ഹായ് ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനെ ബാലചന്ദ്രൻ സ്റ്റാലിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അലീനെ കാണാനായി സ്റ്റാലിയുടെ അപ്പച്ചനായ അവധിക്കുട്ടിച്ചായൻ എത്തുന്നതും അലീനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി താമസിപ്പിക്കണമെന്നുള്ള ഒരു ഉപദേശം നൽകാനും പിന്നീട് അലീനെ കാണുമ്പം സ്റ്റാലിയുടെ പപ്പയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. അങ്ങനെ സ്റ്റാലിയുടെ വീട്ടിലേക്ക് അലീന എത്തിയ വിവരങ്ങൾ അറിഞ്ഞ് അവധിക്കുട്ടിച്ചായൻ ദേഷ്യത്തോടെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലാലിച്ച, എവിടെ അവൾ? ഉടനെ ആ പെണ്ണിനെ നാട് കടത്തണം. ഇപ്പൊ നിന്റെ ഭാര്യയും കുട്ടികളും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നാട്ടുകാരറിയും. അതിനു മുമ്പ് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, അവളെ എങ്ങനെ നാട് കടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ലാലിച്ച? കാര്യങ്ങളൊക്കെ എനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാം. അവൾ ഇവിടെ സ്ഥിരം താമസം തുടങ്ങിയാലുള്ള പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാവല്ലോ ലാലിച്ച. അത് നിന്റെ ഭാര്യയും മക്കളും അറിഞ്ഞ് വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ദോഷമാകാത്ത രീതിയിൽ ഞാനൊരു കാര്യം പറയാം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം അങ്ങ് നടത്തി കൊടുക്കാം. കൂടെ കുറച്ച് സ്വർണവും കാശും ഒക്കെ കൊടുത്ത് തന്നെ നമുക്ക് കെട്ടിക്കാം. അത്രയും മതി അവക്ക് കൊടുക്കാൻ. ഇതാകുമ്പോൾ ആരും അറിയത്തില്ല, ഒരു നാണക്കേട് ഉണ്ടാകത്തുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവതക്കുട്ടിച്ചായൻ. എന്തായാലും നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി അലീനയെ വിളിക്കുന്നുണ്ട്. അലീന സാരി ഉടുത്ത് ഒരുങ്ങി വരുന്നത് കണ്ട് അപ്പച്ചനാകെ ഷോക്കായി പോകുന്നുണ്ട്. എന്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മയല്ലേ ഇത്? തന്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപം തന്നെയാണല്ലോ ഈ കുട്ടിക്കും. അലീന വന്ന പാട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, ഇതാണ് അലീന, ഇവളാണ് എന്റെ മകൾ എന്നിങ്ങനെ പറയുകയാണ്. മോളെ, ഇത് നിന്റെ വല്യപ്പച്ചനാണ് എന്നിങ്ങനെ അലീന രണ്ടുപേർക്കും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവതക്കുട്ടിച്ചായൻ അലീനയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യ പിന്നെയും ജീവനോടെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് അവതക്കുട്ടിച്ചായന് തോന്നുന്നത്. അതേ മുഖഛായ, അതേ രൂപം, എങ്ങനെ നോക്കിയാലും ചിന്നമ്മയെ വിവാഹം കഴിക്കുമ്പോഴുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് അവതക്കുട്ടിച്ചായന് തോന്നുന്നത്. അവതക്കുട്ടിച്ചായൻ കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. പെട്ടിയും പായും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോൾ എങ്ങോട്ടേക്ക് പോകുന്ന കാര്യമായി പറയുന്നത്? അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, പപ്പ പറഞ്ഞല്ലോ വല്യപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, റെഡിയായി ഇരുന്നോളാൻ. വന്ന ഉടനെ എന്നെ ഇവിടുന്ന് പറപ്പിക്കുന്നൊക്കെയല്ലേ വല്യപ്പച്ചൻ പറഞ്ഞോണ്ടിരുന്നത്. എന്നാ നമുക്ക് പോയാലോ, ഞാൻ റെഡിയായി ഇരിക്കുക എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും അത് കേട്ട് അലീനയ്ക്ക് മുമ്പിൽ തല കുനിച്ച് ചമ്മി നിൽക്കുകയാണ് കേട്ടോ അവതക്കുട്ടിച്ചായൻ. അത് പിന്നെ മോളെ, നീ വരുന്നതിന് മുമ്പ് ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. ലാലിച്ചന്റെ മോളായി നീ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കുടുംബം തകർക്കാനാന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളും ഏറെക്കുറെ അങ്ങനെയാണല്ലോ മോളെ. സ്വത്തും പണവും ഒക്കെ തട്ടിയെടുക്കാൻ ഓരോരോ മാർഗങ്ങൾ ഓരോരുത്തർ സ്വീകരിക്കില്ലേ? അതുപോലെ ഒരു മാർഗവുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് കടന്നുകൂടിയതെന്നാ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ ഞാൻ നിന്നെ നാട് കടത്താൻ നോക്കിയത്. എന്നോട് ക്ഷമിക്കുമോളെ, ഈ വല്യപ്പച്ചന് ഒരു തെറ്റ് പറ്റിപ്പോയി. നിന്നെ കണ്ടപ്പോ ഞാൻ ഓർത്തൊക്കെ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുകയാ. എന്റെ ചിന്നമ്മയുടെ അതേ മുഖഛായ നിനക്ക്, അതേ രൂപവും അതേ സൗമ്യതയും എല്ലാം. അപ്പൊ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, ഞാൻ ആരുടെയും കുടുംബം തകർക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വരുന്നവരെ ഞാൻ എന്റെ പപ്പയുടെ വീട്ടിലേക്കാണ് വരുന്നത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആരുടെയും സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. അതൊന്നും ആഗ്രഹിച്ചല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും. എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. ഇപ്പൊ വേണമെങ്കിലും ഞാൻ വല്യപ്പച്ചന്റെ കൂടെ വരാൻ തയ്യാറാണ് എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. അലീനയുടെ സംസാരം കേട്ട് അവതക്കുട്ടിച്ചായൻ തന്നെ ഒരു സഹതാപം തോന്നുകയാണ്. അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ, നീ ഇനി എങ്ങോട്ടേക്കും പോകുന്നില്ല. നീ ഇനി ഇവിടെ തന്നെ നിന്നാ മതി മോളെ. ലാലിച്ചന്റെ മോളാ നീ. എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ബോധ്യമായി എന്നിങ്ങനെ നമ്മുടെ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്, മോളെ വല്യപ്പച്ചന് ഒരു നല്ല ചായ ഇട്ടോണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ് അലീനയോട്. അപ്പൊ അലീന പറയുന്നുണ്ട്, അയ്യോ, അത് പിന്നെ വല്യപ്പച്ച, കിച്ചണിൽ കാല് കുത്തരുതെന്നാ കേണലിന്റെ ഓർഡർ. കിച്ചണിലേക്ക് എന്നെ ആൻ്റപ്പേട്ടനും പൗലോസേട്ടനും അടുപ്പിക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിച്ചണിലോട്ടൊന്നും കയറിയിട്ടില്ല വല്യപ്പച്ച എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട മോളെ. നിന്നോട് ഈ വീട്ടിലെ കിച്ചണിൽ കയറിയിരുന്ന ആരാ പറഞ്ഞേ? ഇവനോ? ഇവൻ ഇവൻ ഇനി അങ്ങനെ ഒന്നും പറയില്ല. മോൾ ധൈര്യമായിട്ട് കിച്ചണിൽ കയറിക്കോ. ആനപ്പനോടും പൗലോസിനോടും പറഞ്ഞാൽ മതി, വല്യപ്പച്ചൻ പറഞ്ഞിട്ടാന്ന്. ചെല്ല്, മോള് ചെന്ന് വല്യപ്പച്ചന് നല്ലൊരു ചായ ഇട്ടോണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ് അലീനയോട്. ഉടനെ അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതിന്റെ പേരിൽ ലാലിച്ച നിന്നെ ഒരു വഴക്കും പറയില്ല. മോള് ധൈര്യമായിട്ട് പോയി ചായ ഇട്ടോണ്ട് പോരെ എന്ന് പറഞ്ഞ് അലീനയെ സമാധാനിപ്പിച്ച് തന്നെ വിടുകയാണ് അവതക്കുട്ടി. തന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ എത്തിയ ആള് തന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഒരു കൊച്ചുമകളായിട്ട് അംഗീകരിച്ച ഒരു സന്തോഷം അലീനയുടെ മുഖത്തും കാണാനുണ്ട്. അലീന ഒരുപാട് സന്തോഷത്തോടെ തന്നെ ചായ ഇടാനായിട്ട് കിച്ചണിലേക്ക് കയറി ചെല്ലുകയാണ്. ആൻ്റപ്പനെയും പൗലോസിനെയും ഞെട്ടിച്ചുകൊണ്ട് അലീന കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കി വല്യപ്പച്ചനോട് കൊടുക്കുകയാണ്.
ചായ കുടിച്ചതിന് ശേഷം അവതക്കുട്ടി പറയുന്നുണ്ട്, ആഹാ എന്ത് നല്ല ചായ, ഇത്രയും നല്ലൊരു ചായ ഈ അടുത്ത കാലത്തെങ്കിലും ഞാൻ കുടിച്ചിട്ടില്ല മോളെ. എന്റെ ചിന്നമ്മയും ഇതുപോലെ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. അവളുടെ കൈപ്പുണ്യാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ചായ ബാക്കി ഉണ്ടെങ്കിൽ ആനപ്പനും പൗലൂസിനും കൂടെ ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കും മോളെ. അവരും കൂടി അറിയട്ടെ ചായ ആണെങ്കിൽ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ഉള്ളത് എന്നിങ്ങനെ പറഞ്ഞ് അലീനയെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അവതക്കുട്ടി. എന്തായാലും മോളുടെ കൈകൊണ്ട് ചിന്നമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഈ വല്യപ്പച്ചന് വയസ്സാം കാലത്തും ഒരവസരം കിട്ടിയല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് അവതക്കുട്ടി ചായൻ. അതിനുശേഷം അലീന സന്തോഷത്തോടെ തന്നെ റൂമിലേക്ക് പോവുകയാണ്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലിയോട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാവേ ഇനിയെങ്കിലും നീ നിന്റെ ഈ കുടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. പ്രായം തികഞ്ഞൊരു പെങ്കൊച്ച് ഈ വീട്ടിലുള്ള കാര്യം നീ മറന്നു പോകരുത്. എന്തായാലും നീ പറഞ്ഞപ്പോ പോലും ഞാൻ അത്രയും വിശ്വസിച്ചില്ലടാ മോനെ. എന്റെ ചിന്നമ്മയെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നിന്റെ ചിന്നമ്മയുടെ അതേ പകർപ്പ്, അതേ രൂപം, അതേ സംസാരം, അതേ മുഖച്ചായ, മുഖത്തെ ആ പുഞ്ചിരി എല്ലാം അവളെ പോലെ തന്നെ. നിന്റെ പട്ടാളച്ചട്ടി ഒന്നും ആ കൊച്ചിന്റെ അടുത്ത് നീ കാണിച്ചേക്കരുത്. ആ പെങ്കൊച്ചിന് മനസ്സിൽ ഇച്ചിരി വിഷമൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ഓർത്തോണ്ടിരിക്കുക. ആ കുഞ്ഞിനെ ഇവിടെ തന്നെ നീ നിർത്തണം. നിന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ആ കുഞ്ഞിന് സുരക്ഷിതം എന്നൊക്കെ നമ്മുടെ അവതക്കുട്ടി ചായൻ സ്റ്റാൻലിയെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ നീ അലീനയോട് ഇച്ചിരി സ്നേഹത്തോടെ വേണം പെരുമാറാനും സംസാരിക്കാനും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു കാരണവശാലും ആ കുട്ടിയുടെ കണ്ണു നിറയാൻ നീ സമ്മതിക്കരുത്. എന്റെ ചിന്നമ്മയുടെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. നിന്റെ അമ്മച്ചിയോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ നീ ആ കുട്ടിയെ സ്നേഹിക്കണമെന്നൊക്കെ അവതക്കുട്ടി ചായൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ആഹാ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത് അലീനയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? എന്നിട്ട് അപ്പച്ചൻ എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുമ്പോഴേക്കും അപ്പച്ചൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ആ ദേഷ്യത്തിൽ അങ്ങനെ പലതും പറഞ്ഞേ ഉള്ളടാ മോനെ. ഇവിടെ വന്ന് ആ കുട്ടിയെ കാണുന്നവരെ എന്റെ മനസ്സിലെ ചിന്താഗതി അത് തന്നെയായിരുന്നു. സ്വത്തിനും പണത്തിനും വേണ്ടി മകളാന്ന് പറഞ്ഞ് ഇവിടെ കടന്നുകൂടിയതാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ അതിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് നിന്റെ ചോര തന്നെയാണെന്ന്. ഇപ്പൊ എനിക്ക് കുറച്ചു ദിവസം ആ കൊച്ചിന്റെ കൂടെ ഇവിടെ താമസിക്കാനാ തോന്നുന്നത്. എന്റെ ചിന്നമ്മയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നിനക്ക് അറിയാവല്ലോടെ ലാലിച്ച. അതുപോലെ തന്നെ ആ കുഞ്ഞിനോട് പിന്നെയും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവതക്കുട്ടിച്ചായൻ പറയുമ്പം ലാലിച്ചനും അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അപ്പച്ചൻ വീണ്ടും അലീനയുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അതേസമയം കടപ്പാട്ടൊരു വീടിൽ വൈജയന്തി അലീനയുടെ ചിട്ടകളെല്ലാം പൊളിച്ചെഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഇതിനൊരവസാനം വേണം. അവളായിട്ടുണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും ഇനി ഈ വീട്ടിലുള്ളവരാരും തന്നെ പാലിക്കണ്ട. എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയും എങ്ങനെ നോക്കണം എന്നുള്ളതേ അവള് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് നന്നായി അറിയാം. ഇനി മുതൽ ഈ വീട് പഴയ പോലെ വൈജയന്തി തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെയുള്ളൊരു വാശിയിലാണ് വൈജയന്തി. അലീന പോയതിനു ശേഷം കിച്ചണിലെ പണികളൊക്കെ കുറേയൊക്കെ ഭവതിയും കൃഷ്ണമോളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന പണികൾ കൂടി ഏറ്റെടുത്ത് വൈജയന്തി അതെല്ലാം തന്നെ ചെയ്യാൻ നോക്കുകയാണ്. രോഹിത് ആണെങ്കിലും തന്നെ കൊണ്ട് കഴിയും പോലെയുള്ള സഹായങ്ങളൊക്കെ അനിയത്തിമാർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഉണങ്ങിയ വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്യാനായിട്ട് എടുക്കുന്ന രോഹിത്തിന്റെ അടുത്തേക്ക് വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നീ കാണിക്കുന്നത്? നാണമില്ലേ നിനക്ക്? വീട്ടുപണി ചെയ്യാൻ നിനക്ക് ഒരു ഉളുപ്പം തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, അതിന് തുണി അയൺ ചെയ്യുന്നത് അത്ര വലിയ വൃത്തിയുടെ പണിയൊന്നും അല്ലല്ലോ അമ്മേ. എല്ലാവരുടെയും തുണി അയൺ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. ഒരു വീടാകുമ്പം വീട്ടിലുള്ള എല്ലാവരും സഹകരിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് അലീന ചേച്ചി പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജയന്തിക്ക് അലീന എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ആ തലതെറിച്ചോള് പറഞ്ഞു ഒന്നും ഇനി ഇവിടെ ആരും മിണ്ടിപ്പോകരുത്. അവന്റെ ഒരു അലീന ചേച്ചി, എന്നാലും അവളെ പോലെ ഒരു പീറപ്പെണ്ണ് പറയുന്നത് കേട്ട് നീ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്തുകൊണ്ട് നടക്കുവാണോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിനും അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, എടാ നിന്റെ അച്ഛൻ ബാലചന്ദ്രമേനൻ 10-24 വർഷമായില്ലേ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു ഡ്രസ്സ് അയൺ ചെയ്താൽ നീ കണ്ടിട്ടുണ്ടോ? കഴിച്ച പാത്രം പോലും നീക്കി വെക്കുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. കണ്ടു കാണില്ല, കാരണം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഈ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ടാ ഞാൻ ഈ വീട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ വൈജ മറുപടി പറയുകയാണ്. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മേ അതുപോലെ അല്ലല്ലോ എൻ്റെ കാര്യം. അച്ഛന് വയ്യാത്തോണ്ടല്ലേ അന്ന ചേച്ചി അച്ഛനോടൊന്നും ചെയ്യാൻ പറയാത്തത്. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് പറ്റും പോലുള്ള സഹായങ്ങൾ അച്ഛൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായേനെ. എന്തായാലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആരും നിർബന്ധിച്ചിട്ടുമല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോഴേക്കും, എടാ നീ വീട്ടുപണിയൊക്കെ ചെയ്തു തുടങ്ങിയാലേ നാളെ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് നീ തന്നെ വെച്ച് വിളമ്പേണ്ടി വരും. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് വൈജയന്തി. ഇതിലും ഭേദം അടുക്കള ഭരണമൊക്കെ അമ്മയുടെ മാത്രം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ?
അതിനു പകരം എന്തിനാ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ കാട് കയറി സംസാരിക്കുന്നത്? അല്ല ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ ഇങ്ങനെയാണോ അമ്മ കാണിക്കേണ്ടത്? ഇതൊന്നും ഒട്ടും ശരിയല്ല അമ്മ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് രോഹിത് അവിടുന്ന് റൂമിലേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാട്ടെ വൈജയന്തി കാണുകയും ചെയ്യുന്നുണ്ട്. അലിനെ പറഞ്ഞു കൊടുത്തതാവും അച്ഛൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ. അത് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. ഈ ചിട്ടകളും ശീലങ്ങളും ഒക്കെ ഞാൻ മാറ്റി എഴുതുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? നേരത്തെ നിങ്ങൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പം ഇത്ര പുതുക്കം എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി ദേഷ്യപ്പെട്ട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോളോടും അതുപോലെ തന്നെ ബബിതയോടും. സ്കൂളും കോളേജും കഴിഞ്ഞ് വന്ന് ബുക്ക് തുറന്ന് ഇതുവരെ പഠിക്കുന്ന ഒന്നും കണ്ടില്ല. ഏതു നേരം നോക്കിയാലും പരദോഷം പറഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പൊ പതിവ്. ഇത്രയും നാളും ഈ വീട്ടിൽ ഇല്ലാത്ത പുതുക്കങ്ങളൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉണ്ടായ ഈ ശീലങ്ങളൊന്നും ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോഴേക്കും ബബിത ചാടി എഴുന്നേക്കുന്നുണ്ട്. അല്ല അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക, അമ്മയ്ക്കിത് എന്തിന്റെ പ്രശ്നമാ? ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയാണോ അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കുന്നത്? ഞാനും കൃഷ്ണയും അച്ഛൻ്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്താൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മയ്ക്ക് കിച്ചണിൽ വേറെ പണിയൊന്നുമില്ലേ എന്നിങ്ങനെ ബബിത ചോദിക്കുകയാണ്. വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് അനുസരിച്ചാൽ മതി. എന്നെ ഇങ്ങോട്ടേക്ക് കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട. ആ നശിച്ചവൾ ഈ വീട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഈ വീട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടേക്ക് പോയാൽ മതി. വൈകുന്നേരം കുറച്ച് ഫ്രീ ടൈം കിട്ടിയ ആ സമയത്ത് ഇരുന്ന് പഠിക്കണം. എന്നിട്ട് അത്താഴം കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങുക ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? രണ്ടുപേരും അത്താഴം കഴിച്ച് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നിങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ അച്ഛൻ മിണ്ടാതിരിക്കുന്നത്? അലീന ചേച്ചി പോയി, ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. അമ്മ വന്നു കയറിയ ഉടനെ അച്ഛൻ വീണ്ടും മൗനവ്രതത്തിലായോ? ഈ നിൽക്കുന്ന അമ്മയാണോ അതോ അച്ഛനാണോ ഈ വീടിന്റെ കുടുംബനാഥൻ? അത് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തിയുടെ ശരിക്കുള്ള സ്വഭാവം മക്കൾക്ക് മുമ്പിൽ തുറന്നു കാട്ടേണ്ട സമയമായി എന്ന് തന്നെ തോന്നുകയാണ് കേട്ടോ ബാലചന്ദ്രന്. പക്ഷെ ബാലചന്ദ്രൻ പിന്നെയും ക്ഷമിച്ചും സഹിച്ചും ഒന്നും മിണ്ടാതെ തല ഒഴിച്ചാൽ നിൽക്കുകയാണ്. എന്തായാലും ഒരു ദിവസം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. അതിനു മുമ്പായി വൈജി ഏതറ്റം വരെ പോകുന്നുള്ളത് ഒന്ന് കണ്ടറിയാലോ എന്നാണ് ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബബിത ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴേക്കും ബബിത വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ചോദിച്ചൊന്നും അച്ഛൻ കേട്ടില്ലേ? അച്ഛൻ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഈ വീട് അച്ഛൻ പണിത വീടല്ലേ? അപ്പൊ അച്ഛൻ തന്നെയല്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്? അതിന് പറ്റില്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യും, അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ അമ്മയുടെ കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് പറയേ. അതിനുള്ള ധൈര്യം ഉണ്ടോ അച്ഛന് എന്നിങ്ങനെ ബബിത ദേഷ്യപ്പെട്ട് തന്നെ ചോദിക്കുകയാണ്. ബാലചന്ദ്രനും ബബിതയുടെ ചോദ്യം കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. വൈജയുടെ ചെവിക്കല് തീർത്ത് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ ബാലചന്ദ്രനുണ്ട്. പക്ഷെ എന്നാലും ബാലചന്ദ്രൻ മക്കളുടെ മുമ്പിൽ വെച്ച് എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈജയെ അപമാനിക്കണ്ടെന്ന് ഓർത്തിട്ട് മാത്രം ബാലചന്ദ്രൻ ഒന്നും പ്രതികരിക്കാതെ അവിടുന്ന് മൗനമായിട്ട് തന്നെ പോവുകയാണ്. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് ബബിതയോട്, കണ്ടില്ലേടി നിന്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ പോയ കണ്ടില്ലേ? തെറ്റ് അയാളുടെ ഭാഗത്ത് തന്നെയാ. വൈജയന്തിയെ അനുസരണം പഠിപ്പിക്കാനൊന്നും നിന്റെ അച്ഛനായിട്ടില്ല. അതിന് അയാൾ 10 ജന്മമെങ്കിലും ജനിക്കേണ്ടി വരും. ഭർത്താവാണത്രേ ഭർത്താവ്. ഒരു ഭർത്താവ് ചെയ്യേണ്ട ജോലിയാണോ ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത്? എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിനക്ക് അറിഞ്ഞൂടെ? അയാളുടെ കടമ പോലും അയാൾ നേരാവണ്ണം ചെയ്യുന്നില്ല. ആദ്യം അയാൾ തന്നെ അത് ചെയ്ത് പഠിക്കട്ടെ, എന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ അയാൾ വിവരം അറിയും എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ വൈജയന്തി ബബിതയോട് തിരിച്ച് മറുപടി പറയുകയാണ്. എന്നാൽ വൈജയന്തി പറഞ്ഞതെല്ലാം തന്നെ ബാലചന്ദ്രൻ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പറയടി, നിന്റെ വായി വരുന്നതൊക്കെ നീ പറഞ്ഞോ? എന്നെക്കുറിച്ച് മോശമായി നിനക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം നീ അങ്ങ് പറഞ്ഞു തീർക്ക്. എന്നിട്ട് അവസാനമായി ഞാൻ സംസാരിക്കുന്നുള്ളൂ. അത് നിന്റെ നാക്കിനും നിന്റെ ജീവിതത്തിനും കടിഞ്ഞാൻ ഇട്ടുകൊണ്ടായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഒന്ന് ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുളത്തൂപ്പുഴയിൽ സ്റ്റാൻലിയുടെ അടുത്തേക്ക് അലീന എത്തുന്നുണ്ട്. പപ്പ വാങ്ങിയ ഡ്രസ്സ് ഒന്നും തന്നെ എനിക്ക് പാകമാകുന്നില്ല, അതുകൊണ്ട് മാറ്റി വാങ്ങിയാലോ എന്ന് അലീന ചോദിക്കുകയാണ് സ്റ്റാൻലിയോട്. ഞാൻ ആൻ്റപ്പനോട് പറഞ്ഞ് മാറ്റി വാങ്ങിപ്പിക്കാം. സ്റ്റാൻലി അലീനയോട് പറയുമ്പോഴേക്കും അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആൻ്റപ്പൻ ചേട്ടനോട് തന്നെ ചോദിക്കാം എന്നിങ്ങനെ അലീന മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? എന്നോട് ഇതുവരെ ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. പട്ടാളത്തിലായിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെ. എന്നെ എതിർത്ത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിക്കുന്ന തന്നെ എല്ലാവർക്കും ശീലം. അതാണ് എനിക്കിഷ്ടവും എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്.
അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ശരി പപ്പ, എന്നാൽ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന പോലെ തന്നെ തിരിച്ചു പോകാനുള്ള മാർഗവും നോക്കിക്കോളാം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും, അതിന് ഞാൻ നിന്നോട് തിരികെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്നെ അനുസരിക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുകയാണ്. ഉടനെ അലീന പറയുന്നുണ്ട്, അധികം നാള് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പപ്പ. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം. ഇവിടെ പപ്പയെ അനുസരിക്കാൻ കുറച്ച് പട്ടികളും കുറച്ച് മനുഷ്യരും ഉണ്ടല്ലോ. പപ്പ ഇവിടെ അനുസരണയുള്ള പട്ടികളോടും ആളുകളോടൊപ്പം സുഖമായിട്ട് ജീവിച്ചോ. പപ്പയ്ക്ക് ഒരു ശല്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങോട്ടേക്കെങ്കിലും പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? എൻ്റെ മോളാ നീ, അതുകൊണ്ട് നീ എൻ്റെ കൂടെയാ ജീവിക്കേണ്ടത്. അങ്ങനെ നിന്നെ വഴിയിൽ ഇറക്കി വിടാനാണെങ്കിൽ ഇത്രയും അപമാനം സഹിച്ച് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നീ എങ്ങോട്ടും പോകുന്നില്ല, നീ എൻ്റെ ചോരയാ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ സ്റ്റാൻലി പറയുകയാണ്. അലീന പറയുന്നുണ്ട്, ഇല്ല പപ്പ, എനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത വീട്ടിൽ താമസിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഞാൻ ആരോടാണെങ്കിലും തുറന്നു ചോദിക്കും. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുമുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പപ്പ ഇവിടെ നിൽക്കുന്നത്? അത് തുറന്നു പറയാനും പ്രവർത്തിക്കാനുമുള്ള ഫ്രീഡം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നതും. അതുകൊണ്ടാണ് ഈ വീട് എനിക്ക് സെറ്റാകില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വീടുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പപ്പയോട് പറഞ്ഞത്. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന, നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടേക്കും വിടുകയല്ല. എന്നോട് മര്യാദയ്ക്കും മാന്യതയോടും സംസാരിച്ചാൽ എൻ്റെ മറുപടിയും മര്യാദയോടെയും മാന്യതയോടെയും ഒക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. അതാരോടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. എൻ്റെ സ്വഭാവം വാശിയൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ നീ എന്നോടും ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഈ വീട്ടിൽ നിന്ന് നിനക്ക് എങ്ങോട്ടേക്കും പോകാനാവില്ല. അത് ഞാൻ ബാലചന്ദ്രന്റെ കൊടുത്ത വാക്കാണ് മോളെ. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ സ്റ്റാൻലി അലീനോട് പറയുകയും ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. താങ്ക്